ഹലോ, ഞാൻ ശ്രീഗൗരിയാണ്. നാളെ ട്രിവാൻഡ്രം ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പം നാളെ നമ്മളതിന് പോവാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ അതൊരു വ്ളോഗ് ആക്കാമെന്ന്. അപ്പോൾ ഈ വ്ളോഗിൽ കുറച്ച് ഡാൻസ് വിശേഷം, യാത്രാവിശേഷം, പിന്നെ ഇന്ന് തലേന്നുള്ള കുറച്ച് പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ള പാക്കിംഗ് നോക്കിയിട്ട് വരാം. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ നൂലൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെല്ലാം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂക്കുത്തി കളക്ഷൻ ആട്ടോ. അങ്ങനെ എല്ലാം കൂടി പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഓർണമെൻറ്റ്സും ചിലങ്കയും വാർമുടിയും ആവശ്യമുള്ള എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഡ്രസ്സൊക്കെ മടക്കി തേച്ചതും പിന്നെ മേക്കപ്പ് റിമൂവലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. ഞാനൊരു 4 മണിയൊക്കെയപ്പോൾ തന്നെ എണീറ്റ് റെഡിയായി. 4:45 തന്നെ ഇറങ്ങി. സാധാരണ എപ്പോഴും ഈ രാവിലെ എണീക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു മടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഡാൻസിൻ്റെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ആ മടി എനിക്ക് അങ്ങനെ തോന്നാറില്ല. അങ്ങനത്തെ വെളുപ്പിന് തന്നെ കാറൊക്കെ തുറന്ന് പെട്ടിയൊക്കെ കയറ്റി രാവിലെ തന്നെ ആ സെക്യൂരിറ്റി ചേട്ടനെയൊക്കെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരത്തെ ഒന്നും ഈ ഭാഗത്തൂടെ ഒന്നും ട്രാവൽ ചെയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നു വൈറ്റില ജംഗ്ഷനൊക്കെ ഇത്ര ആളൊഴിഞ്ഞ് കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരം ഏത് പ്ലാറ്റ്ഫോമാണ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവസാനം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. എന്നിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത്. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ട്രെയിനിൽ കയറി റിലാക്സ് ചെയ്തെങ്കിലും എനിക്ക് പിറ്റേ ദിവസം എക്സാംസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സ്നാക്സ് വിൽക്കുന്ന ആൾ പോയപ്പം ഒരു വടയും കൂടി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷൻ എത്താറായപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഒഴിഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ എത്തിയപാടെ നമ്മൾ ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. അത്രയ്ക്ക് വിശന്നിരിക്കായിരുന്നു ട്രെയിനിൽ. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ മേക്കപ്പൊക്കെ പകുതി ആയപ്പോഴത്തേക്ക് അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കോഫിയും പരിപ്പ് വടയൊക്കെ മേടിച്ച് തന്നു. നമ്മളിതാ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. രാത്രിയായി. പരിപാടിയുടെ സമയമായിട്ടുണ്ട്. നമ്മളെല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് വന്നു. അങ്ങനെ പരിപാടി തുടങ്ങാൻ പോവാണ്.